പ്രിയപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ സയ്യിദ് ഹാരിസ് അലി ശിഹാബ് തങ്ങൾ, പ്രിയപ്പെട്ട ഈ സദസ്സിനെ അത്രമേൽ മനോഹരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കും ഉമ്മയിലേക്കും ഒക്കെ കണക്ട് ചെയ്യപ്പെട്ട പ്രിയപ്പെട്ട ഗുരുനാഥൻ സുഹൃത്തുമായ ബഷീർ ഫൈസി ദേശമംഗലം, ഷഹീർ ദേശമംഗലം ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ വേദിയിലുണ്ട്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റോ. ഉമ്മാനെ ഓർത്ത് കരഞ്ഞവരല്ലേ അല്ലേ? ഉമ്മാനെ ഓർത്ത് കരഞ്ഞു. കുറേ ആളുകൾ ഉമ്മ ഉണ്ടോ നോക്കാൻ വേണ്ടി പോവുകയാണ്. ഉമ്മ വീട്ടിലുണ്ട്, സുഖമായി നിങ്ങളെ ഓർത്ത് നിങ്ങളെ വരവും കാത്തു നിങ്ങളുടെ ഉമ്മ മനോഹരമായി വീട്ടിലുണ്ട്. ഒന്ന് ചിരിച്ച്, എല്ലാവരും ഒന്ന് ചിരിച്ച്. നിങ്ങളിങ്ങടെ തൊട്ട് മുന്നിലുള്ള കസേരയിൽ തൊട്ട് മുന്നിലെ കസേര ഫ്രീ ആവാൻ പാടില്ല. നിങ്ങളുടെ തൊട്ട് മുന്നിലുള്ള കസേര ഫ്രീ ആയിട്ട് ഇരിക്കാൻ പാടില്ല. ഒന്ന് കയറിയിരിക്കുമോ? ഫ്രീ ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് കയറിയിരുന്നാൽ മതി. നിങ്ങളുടെ തൊട്ടു മുന്നിൽ കസേര ഫ്രീ ഉണ്ടെങ്കിൽ ഒന്ന് കയറിയിരിക്കുമോ? എല്ലാവരും ഒന്ന് ഓപ്പോസിറ്റായി നിൽക്കുമോ? ഫേസ് ടു ഫേസ് ഇങ്ങനെ നിൽക്കുക. നിങ്ങളുടെ സുഹൃത്തിൻ്റെ മുഖാമുഖം നോക്കി നിൽക്കോ. മുഖാമുഖം നോക്കി നിൽക്കോ. എന്നിട്ട് രണ്ട് ഷോൾഡറിൽ ഇങ്ങനെ കൈവെക്കോ. അവൻ്റെ ഷോൾഡറിൽ കൈവെക്കോ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷോൾഡറിൽ കൈവെക്കോ. ഓക്കെ. ഷോൾഡറിൽ കൈ വെച്ചോ. കുറച്ച് നേരം മിണ്ടാണ്ടിരിക്കും, മുഖത്തോക്ക് മാത്രം നോക്കിയിരിക്കും. രണ്ട് കൈയും അങ്ങനെയല്ല, മുഖാമുഖം നിൽക്കുമ്പോൾ രണ്ട് കൈകൾ തമ്മിൽ അയാളുടെ ഷോൾഡറിൽ കൈ വെച്ചാൽ മതി. അങ്ങനെ ഷോൾഡറിൽ കൈ തന്നെ ഇവരെ പലരും നിൽക്കും. എന്നിട്ട് നിങ്ങൾ അയാളുടെ മുഖത്തോക്കി ഒന്ന് ചിരിച്ചേ. കളിയാക്കി ചിരിക്കാനല്ല, പൊട്ടിച്ചിരിക്കാനല്ല, സുന്ദരമായൊരു ചിരി, ഒരു അടിപൊളി ചിരി ചിരിച്ചേ, നല്ല ചിരി. എന്നിട്ട് നിങ്ങൾ ഇത്ര കാര്യം മാത്രമേ പറഞ്ഞാൽ മതി. 1 മിനിറ്റ് ഞാൻ സമയം തരാം. നിങ്ങളുടെ ഉമ്മാനെ സ്നേഹിക്കാനുള്ള കാരണം, ഞാൻ ഉമ്മാനെ കുറിച്ച് എങ്ങനെ പറഞ്ഞുകൊണ്ട് അതിമൊന്ന് കണക്ട് ചെയ്ത് പിന്നെ തിരിച്ചു കൊണ്ടുവരണമല്ലോ അല്ലേ? അപ്പോൾ ഉമ്മാനെ സ്നേഹിക്കാനുള്ള കാരണമുണ്ട്. നിങ്ങളുടെ ഉമ്മാൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സ്വഭാവം. എൻ്റെ ഉമ്മച്ചി ഭയങ്കര സ്നേഹമാണ്. രാത്രി ഇങ്ങനെ വല്ലാണ്ട് പനിച്ച് കിടക്കണ നേരത്ത് എൻ്റെ ഉമ്മ എൻ്റെ അടുത്ത് വരിക. എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഉമ്മ കട്ടിലിൻ്റെ അടുത്ത് വന്നിട്ട് എങ്ങനെ ചെയ്യും, കട്ടിലിൽ ഇങ്ങനെ കിടക്കുവേ. കിടന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ കിടക്കുന്ന നേരത്ത് എൻ്റെ നെറ്റിയിൽ ഇങ്ങനെ എൻ്റെ ഉമ്മ എന്ത് ചെയ്യും, മെല്ലെ ഇങ്ങനെ തലോട്, മുടിയുടെ മുകളിലേക്ക് എൻ്റെ ഉമ്മ ഇങ്ങനെ തലോടിയതിന് ശേഷം എൻ്റെ ഉമ്മ എൻ്റെ നെറ്റിക്ക് ഒരു ഉമ്മ തരും. ഉമ്മ തന്നിട്ട് എൻ്റെ കുട്ടിക്ക് പനിയോടാ എന്ന് ചോദിക്കൂ എൻ്റെ ഉമ്മച്ചി. സത്യമല്ലേ? അങ്ങനെ എന്തേലും ഒരു കാരണം ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മാനെ ഇഷ്ടപ്പെടാം. ഉണ്ടല്ലോ? യെസ് ഓർ നോ? ഉണ്ടോ ഇല്ലേ? നിങ്ങളുടെ ഉമ്മാനെ ഇഷ്ടപ്പെടാൻ എന്തോ ഒരു കാരണം, അതിനേക്കാൾ ഒരുപാട് കാരണം ഉണ്ടാവും. പക്ഷെ ഏറ്റവും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ട ഒരു കാരണം നിങ്ങളുടെ സുഹൃത്തിൻ്റെ ചെവിയിലൊന്ന് പറഞ്ഞു കൊടുക്കോ. പരസ്പരം നിങ്ങളുടെ സുഹൃത്തിൻ്റെ എൻ്റെ ഉമ്മാനൊക്കെ ഇഷ്ടപ്പെടാനുള്ള കാരണം ഇതാണെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കോ. കമോൺ ഒന്ന് പറഞ്ഞു കൊടുത്തേ. എൻ്റെ ഉമ്മ ഇങ്ങനെയാടാ, എൻ്റെ ഉമ്മ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കേ. എൻ്റെ ഉമ്മ അവൻ എൻ്റെ ഉമ്മ എങ്ങനെയാണെങ്കിൽ എൻ്റെ ഉമ്മ എന്ന് മാത്രം ചോദിച്ചാൽ മതി. പരസ്പരം ഒന്ന് ഷെയർ ചെയ്യോ. എന്നിട്ട് ഒന്ന് കെട്ടിപ്പിടിക്കോ. 2 പേരൊന്ന് കെട്ടിപ്പിടിക്കോ, ഒന്ന് ഹഗ് ചെയ്യോ. മാഷാ അല്ലാ. പുറത്തൊന്ന് മെല്ലെ തട്ടോ. നിങ്ങളുടെ ഉമ്മ ലോകത്ത് ഭാഗ്യം ചെയ്ത മക്കളാണ് നിങ്ങൾക്ക്. നിങ്ങൾ അത്രമാത്രം മനോഹരമായ ഒരു ഉമ്മയെ തന്ന പടച്ച തമ്പുരാന് ആദ്യമായി നിങ്ങൾ അൽഹംദുലില്ലാ പറ. നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ വീട്ടിൽ ചിരിച്ചോണ്ടിരിക്കുന്ന ഉമ്മയെ നിങ്ങൾ കാണുന്നുണ്ടപ്പോ ഒരട്ടക്കാരണ. എന്തിനാ ഉമ്മ വെയിറ്റ് ചെയ്യുന്ന അറിയോ? പോയിട്ടൊരു ഉമ്മ മുത്തം കൊടുക്കാൻ. പ്രിയപ്പെട്ട ബഷീർ ഫൈസി ഉസ്താദ് പറഞ്ഞ പോലെ നിങ്ങൾ പോയിട്ടൊരു മുത്തം കൊടുക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ ഉമ്മ കാത്തിരിക്കുന്നത്. ആ മുത്തത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എൻ്റെ കൂടെ ഒന്ന് സഹകരിക്കോ. എത്ര മിനിറ്റ് നോക്കാം നമുക്കല്ലേ? പ്രസംഗവും ഒരുപോലെ എന്നാ, രണ്ടും പെട്ടെന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നാ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻഷാ അല്ലാ എല്ലാവരും ഒന്ന് ഇരിക്കും. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉള്ളവർ കൈവക്കിയേ. ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളവർ കൈവക്കിയേ. ഉസ്താദിന് മനസ്സിലായില്ലേ? നമുക്കൊക്കെ മനസ്സിലായില്ലേ? ഇവർക്കൊക്കെ ഫേസ്ബുക്ക്. ഇവിടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളവർ കൈവക്കി. ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയാ. ഇവിടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളവർ കൈവക്കി. അവിടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളവരുടെ എണ്ണം മനസ്സിലായില്ലേ? 2 ജനറേഷനുകൾ അല്ലേ? തന്ത വൈബും ചില്ലും തമ്മിലുള്ള യുദ്ധം. നിങ്ങളിതില്ല, ഇൻസ്റ്റഗ്രാമും ഉണ്ടല്ലേ? ഞാനും അതിലാണ് പിടിച്ചു നിൽക്കണ്ടേ. തന്ത വൈബും ചില്ല് വൈബും തമ്മിലുള്ള ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആണോ അല്ലേ?
അല്ലേ? പല ആളുകൾ അങ്ങനെ പറയാ. പുതിയ കാലഘട്ടത്തിന്റെ വാക്ക് ഒറ്റ വൈബ്, തന്ത വൈബ് എന്നൊക്കെ പേര് വിളിക്കുക. ഞാൻ ഇവിടെ പറയാൻ പറ്റാത്തതുകൊണ്ട് ചില വല്ലാണ്ട് കണ്ട് ഉസ്താദൊക്കെ പറഞ്ഞ ശ്രദ്ധയ്ക്ക് പറയുന്നില്ല എന്നുള്ളൂ. ഏതായാലും പുതിയ കാലഘട്ടത്തിൽ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാ ജനറേഷൻ അല്ലെങ്കിൽ ആൽഫ XY എന്തൊക്കെയോ ജനറേഷൻ്റെ പെട്ട ആൾക്കാരാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശരിക്കും രണ്ട് ജനറേഷൻ നമ്മളുടെ വ്യത്യാസം എന്താ? രണ്ട് ജനറേഷൻ നമ്മളുടെ വ്യത്യാസം എന്താ പറയുക? ഫേസ്ബുക്കിലാണെങ്കിൽ ബഷീർ ഫൈസി ഉസ്താദിനെ പോലെ നീണ്ട കുറിപ്പുണ്ടാവും, എന്നിട്ട് ആദ്യം ഒരു വരി ഉണ്ടാവും, അല്പം കൂടുതലുണ്ട്, വായിക്കാൻ ക്ഷമിക്കണേന്ന്. അല്ലേ? ഫേസ്ബുക്കിന്റെ രീതി അതാണ്. ഉസ്താദിന്റെ എഴുത്തുകാരൊക്കെ അങ്ങനെ. എന്നാൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ അങ്ങനെ ഒന്നുമല്ല. നിങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താ? ഒരു ഫോട്ടോ ഇടും, രണ്ട് ട്രിപ്പിൾ F അല്ലേ? അതിനെന്താ വായിക്കുക? അല്ലേ? എന്നിട്ട് തീ ഇങ്ങനെ പൊത്തിച്ച് തീ ഇങ്ങനെ ഇടും അല്ലേ? അങ്ങനെ 2-3 സ്മൈലി സിമ്പിൾ. അതോടുകൂടി ഫുൾ എനർജി കിട്ടി. ഒരുപാട് ബാങ്ക് കൊടുക്കും. പ്രിയപ്പെട്ട മക്കളെ, ഈ വർഷം SLC റിസൾട്ട് ഇന്നലെ വന്നല്ലോ അല്ലേ? വന്നപ്പോൾ ഫുൾ A+ കിട്ടിയ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് കൈവെക്കോ? ഒന്ന് കൈവെക്കാവോ? എത്ര പേരുണ്ടെന്ന് കാണട്ടെ. ഉണ്ടെങ്കിൽ 1 2 3 ഒന്ന് എഴുന്നേറ്റിക്കാവോ? ഫുൾ A+ കിട്ടിയ കുട്ടികൾ ഒന്ന് ഇങ്ങോട്ട് വരാവോ? ഒന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് വരാവോ? ഫുൾ A+ കിട്ടിയ കുട്ടികൾ ഒന്ന് ഇങ്ങോട്ട് വരാവോ? ഒന്ന് ഇവിടെ ഫുൾ A+ കിട്ടിയ കുട്ടികൾ ഒന്ന് വരാവോ? ചിലപ്പോൾ സംഘാടകർ ബിരിയാണി കൊടുത്താലോ, പറയാൻ പറ്റില്ലല്ലോ. ഫുൾ A+ കിട്ടിയവർ ഒന്ന് വരാം, സ്റ്റേജിലേക്ക് വരാൻ. നിങ്ങളുടെ SKS മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ബഷീർ ഫൈസി ഒരു കൺഗ്രാജുലേഷൻ പറഞ്ഞാൽ തന്നെ സന്തോഷമാണ്. ബാക്കി പിന്നെ സംഘാടകർ എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്. ഫുൾ A+. ഇന്നലെ റിസൾട്ട് വന്നാണ്. അപ്പോൾ ആദ്യം നമ്മുടെ പൊതുവേദിയിലേക്ക് ഇവരെന്ത് ചെയ്യാണ്, ക്ഷണിക്കുകയാണ്. അതിന് ശേഷം SKS ജില്ലാ ട്രെൻഡിൻ്റെ വക ഒരു എന്തേലും ഒന്ന് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എത്ര പേര് ഈ സദസ്സിലുണ്ടെന്ന് അറിയാനാണ്. ഇനി ആരെങ്കിലും പേരൊന്ന് പറയാമോ? നിങ്ങളുടെ പേര്, സ്ഥലവും, നിങ്ങൾ പഠിക്കുന്ന മദ്രസ ഒന്ന് പറയാം. ഭയങ്കര സന്തോഷമാണ്. കാരണം സുന്നി ബാലവേദിയുടെ കൂടെ നിൽക്കുക, SKS കൂടെ നിൽക്കുക, മദ്രസയിൽ പോകുക, സ്കൂളിൽ ഫുൾ A+ നേടുക, ഭയങ്കര സന്തോഷമാണ്. പേരും മുഹമ്മദ് ഷിബിൽ സി.
ഊരകം റേഞ്ചിലെ പാറക്കണ്ണി ബയാനുൽ ഇമാൻ മദ്രസയിലെ വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് മുഹമ്മദ് സനൽ ബീവി. കോക്കൂർ റേഞ്ചിൽ ദാറുസ്സലാം മദ്രസ കോക്കൂരിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് ഉവൈസ് എൻ കെ. ഞാൻ പരപ്പനങ്ങാടി റേഞ്ചിലാണ്. ഞാൻ ഹിയൗദ്ദീൻ മദ്രസയിൽ പഠിക്കണം. എൻ്റെ പേര് മുഹമ്മദ് റംസിഷാൻ. ഞാൻ മിസ്ബാൽ ഒരു മദ്രസയിൽ പഠിക്കുന്നു. എൻ്റെ പേര് മുഹമ്മദ് സാഹിദ്. ഞാൻ കാടാമ്പ റേഞ്ചിൽ മരുതിഞ്ചിറ മദ്രസ പഠിക്കും. എൻ്റെ പേര് മുഹമ്മദ് ജസ്ലാൻ. ഞാൻ പോത്തന്നൂർ റേഞ്ചിലെ മിസ്ബാലുൽ മദ്രസയിൽ പഠിക്കുന്നു. തൽക്കാലം ഞാൻ കുറച്ച് മിഠായി വാങ്ങി വെച്ചിരുന്നു. പ്രിയപ്പെട്ട ഹാരിസ് അലി ശിഹാബ് തങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന ആ മിഠായി കൈമാറുന്നു. അതോടൊപ്പം തന്നെ തങ്ങളെടുത്ത കൂടെ നിന്ന് ഇപ്പോൾ ഒരു ഫോട്ടോ നമ്മുടെ ഇത് ശേഷം ട്രെൻഡ് മലപ്പുറം വെസ്റ്റ് ജില്ല എന്തോ നിങ്ങൾക്ക് വേണ്ടി ഇത് പ്ലാൻ ചെയ്യേണ്ട പ്രിയപ്പെട്ട ബഷീർ ഭായി ഷിഹാബ് ഒരു 2 വാക്ക് അവർക്ക് വേണ്ടിയുള്ള ഒരു എനർജി ലെവൽ ടോക്ക് 2 മിനിറ്റ്. 2 കാര്യമാണ്. ഒന്ന്, എല്ലാവരും ഫുൾ A+ കിട്ടിയ സെലിബ്രേഷനിലാണ് ഫേസ്ബുക്കിലും നാട്ടിലൊക്കെ. ഇന്നലെ റിസൾട്ട് വന്നു. എന്നിട്ട് പോലും അവർ ഈ പ്രോഗ്രാമിലെത്തി എന്നുള്ളത് ഒന്നാമത്തെ സന്തോഷമാണ്. കൊലു തക്ബീർ. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ മാഷ് പറഞ്ഞതുപോലെ അവർ സമസ്തയുടെ SKBയുടെ പ്രവർത്തകനായിട്ട് പോലും മദ്രസയിൽ പഠിച്ചാൽ SSLC തോറ്റുപോകുമെന്ന് തെറ്റിദ്ധരിച്ച് 8ാം ക്ലാസ് ആകുമ്പോഴത്തേക്കും പിരിച്ചുവിടുന്ന മാതാപിതാക്കൾക്കുള്ള മറുപടിയാണ് ഈ കുട്ടികൾ. മദ്രസയിൽ പഠിച്ചിട്ട് പോലും അവർ ഫുൾ A+ ലഭിച്ചത്. മഹാനരായ പാണക്കാട് സയ്യിദന്മാരുടെ സാന്നിധ്യത്തിൽ, നമ്മുടെ സമസ്തയുടെ ബഹുമാനരായ സാരഥികളുടെ സാന്നിധ്യത്തിൽ ഈ ക്രൗഡിൻ്റെ മുന്നിൽ നിങ്ങളെങ്ങനെ സ്വീകരിക്കപ്പെട്ടു എന്ന് വെച്ചാൽ യാദൃശ്ചികമെങ്കിലും സ്വീകരിക്കപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ പ്രൗഡാണ്. അത് ബെസ്റ്റ് വിഷ് ആൻഡ് സക്സസ്ഫുള്ളി യുവർ ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ ലൈഫ്. അല്ലാഹ് ബ്ലസ് യു. ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും. ഷമീർ ദാരിമി ഒന്ന് ഒരു ജില്ലാ ട്രെൻഡിൻ്റെ ചെയർമാൻ കൂടിയാണ്, നമ്മുടെ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ്. അദ്ദേഹം കൂടി ഈ വേദിയിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടി ഒരു ആശയം, ഒരു ഉള്ളിൽ നിന്ന് തോന്നിയ ഒരു വിളിയാണ് ഞാൻ വിളിച്ചത്. ദാരിമി 2 വാക്ക് ഇവർക്ക് വേണ്ടി ഒരു വർത്തമാനം പറഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി മൈക്കെടുത്തോളാം. അസ്സലാമു അലൈക്കും. വിദ്യാഭ്യാസ രംഗത്ത് ക്രിയാത്മകമായി ഇടപെടുന്ന SKSFൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ട്രെൻഡ് ടീം റിസോഴ്സ് ഫോർ നാഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ് എന്ന എക്സ്പാൻഷനോട് കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പ്രചോദനമാകുന്ന ധാരാളം പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. ഇന്ന് ഈ ഒരു അനർഘ നിമിഷത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളെ ഇങ്ങനെ ആദരിക്കാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട്. വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ വിജയാശംസകളും നമ്മുടെ ട്രെൻഡ് മലപ്പുറം വെസ്റ്റിൻ്റെ പേരിൽ നേരുന്നു. അസ്സലാമു അലൈക്കും. ആ മധുരം പ്രിയപ്പെട്ട തങ്ങൾ കൊടുക്കുന്നു. തങ്ങൾ കൊടുത്തോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, പരിപാടിയിലേക്ക് വീണ്ടും കൊടുക്കും. മാഷാഅല്ലാഹ്, സന്തോഷം. കൺഗ്രാറ്റുലേഷൻ മൈ ഡിയർ സ്റ്റുഡൻസ്. ഏതായാലും ഈ ഒരു നിമിഷത്തിൽ നിങ്ങളെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുക. ഈ വലിയ കുറേ അവാർഡുകൾ മേടിക്കണമെന്നില്ല, കുറേ സമ്മാനങ്ങൾ. ഇത്തരം വേദികൾക്ക് മുന്നിൽ നമ്മൾ ആദരിക്കപ്പെടുക എന്നുള്ളത് തന്നെ മനോഹരമാണ്, മനസ്സിനേറെ സന്തോഷമാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ, ആ കുട്ടിയുടെ പേര് പറഞ്ഞപ്പോൾ ആ മദ്രസയിലെ അധ്യാപകന് ഒരു അഭിമാനം ഉണ്ടായിട്ടുണ്ട്. ആ അധ്യാപകരൊന്ന് കൈവെക്കും. ഉണ്ടോ? യെസ്. ആ മദ്രസയിലെ അധ്യാപകൻ്റെ ഉള്ളിനുള്ളിൽ ഒരു അഭിമാനം ഉണ്ടായിരുന്നില്ലേ? 100% അല്ലേ? കാരണം അതാണ് മദ്രസയിലെ ആ ഉസ്താദിനൊരു അഭിമാനം ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ, എൻ്റെ കുട്ടി, ഞങ്ങൾ പഠിപ്പിച്ച കുട്ടി മദ്രസയിലും വരുന്നു, അതോടൊപ്പം തന്നെ സ്കൂളിലും അവരുടെ ഏറ്റവും മികച്ച വിജയം നേടുന്നു. അതിനർത്ഥം 9 A+ നേടിയവനോ അല്ലെങ്കിൽ 8 A+ നേടിയവനോ ഒന്നുമില്ലാത്തവനോ ഒന്നുമല്ല എന്നല്ല. ഇതിൽ വിജയിക്കുമ്പോൾ ഏറ്റവും 1ാം നമ്പറുകാരനെ വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തോറ്റവർ, 10ാം ക്ലാസ് തോറ്റവർക്ക് പോലും ഗവൺമെന്റ് ജോലിയുള്ള നാട്ടിലാണ് ആര് ജീവിക്കുന്നത്?
10ാം ക്ലാസ് തോറ്റവർക്ക് പോലും ഗവൺമെന്റ് ജോലിയുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു സർക്കാർ ജോലിയുടെ യോഗ്യത പോലും 7ാം ക്ലാസ് ജയിക്കുക, 10ാം ക്ലാസ് തോൽക്കുക, സൈക്കിൾ ഓടിക്കാൻ അറിയുക എന്നുള്ളതാണ്. എങ്ങനെ? അത് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല, എന്നാൽ പോലും പറഞ്ഞു വരുന്നത് ജയിച്ചവരുടേത് മാത്രമല്ല തോറ്റവരുടേത് കൂടിയാണെന്ന്. പുതിയ കാലം. തോൽക്കാൻ ആളുണ്ടെങ്കിൽ മാത്രമേ ജയിച്ചവർക്ക് വിലയുള്ളൂ എന്നാണ്. തോൽക്കാൻ കൂടെ ഓടാൻ ആളുണ്ടെങ്കിൽ മാത്രമേ 1ാം സ്ഥാനത്തിന് വിലയുള്ളൂ. ഒറ്റക്കോടിയിട്ട് 1ാം സ്ഥാനത്തിന് വിലയുണ്ടോ? ഉണ്ടോടാ? ഉണ്ടോ? ഒരാൾ ഒറ്റക്ക് അങ്ങ് ഓടുക. ഉസൈൻ ബോൾട്ട് ഒറ്റക്ക് ഓടി, വലിയ കാര്യമുണ്ടോ? ഇല്ല. ആ ഉസൈൻ ബോൾട്ടിന്റെ കൂടെ ഒരു 10-15 ആളുണ്ടെങ്കിൽ മാത്രമേ ഉസൈൻ ബോൾട്ടിന്റെ ഓട്ടത്തിന് കാര്യമുള്ളൂ എന്ന് പറഞ്ഞ പോലെ കൂടെ തോൽക്കാൻ തയ്യാറുള്ളവർ ഉണ്ടെങ്കിൽ മാത്രമേ വിജയത്തിന് വിലയുള്ളൂ. ഇവിടെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിനെ കുറിച്ചാണ് പറഞ്ഞ അല്ലേ? ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾ സാധാരണ ചെയ്തു പോരുന്ന രീതി എന്താ? ഒന്ന് പറയോ? ലാ ഇലാഹ, ഉറക്കെന്ന് വെച്ചാല് ലാ ഇലാഹ പോരല്ലോ, ഉച്ചത്തിൽ കമാൺ. ലാ ഇലാഹ ലാ ഇലാഹ മുഹമ്മദു. ഈ ഉമ്മ തൊട്ടിലില്ലാട്ടിയ സമയത്തെ പാട്ട് ഉമ്മാനെ എപ്പോഴും കണക്ട് ചെയ്ത് പറയും. ഞാൻ ഉമ്മാനെ പറ്റി ഇനി പോസിറ്റീവ് മാത്രമേ പറയുള്ളൂ, കരയിപ്പിക്കുക പോലുമില്ല. വായ് എന്തുകൊണ്ട് ഞാൻ കരയിപ്പിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നു വെച്ചാൽ ഉമ്മ മരിച്ചവരെ മുന്നിൽ വെച്ച് ഉമ്മയെക്കുറിച്ച് പറയാൻ പാടില്ല എന്നാണ്. ഉമ്മ മരിച്ച കുറേ ആളുകളുടെ പ്രായമായ ആൾക്കാർക്ക് വരെ ഉമ്മ എന്ന് പറയുമ്പോൾ ഒരു ഫീലിംഗാണ്. കാരണം എന്താ? അത് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ട്. അതുകൊണ്ട് എനിക്കെൻ്റെ ഉമ്മ നഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എനിക്കെൻ്റെ ഫീലിംഗ് അറിയും. മക്കളെ, ഈ ഉമ്മ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞത് നഷ്ടപ്പെട്ടാൽ മാത്രം തിരിച്ചറിയുന്ന ഒരു അറിവാണ്. നഷ്ടപ്പെട്ടാൽ മാത്രം തിരിച്ചറിയുന്ന ഒരു അറിവാണ്. ഏതായാലും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ഒരൊറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ലൈഫിൽ എന്തെങ്കിലും ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഇന്ന് വരെ ഒരു ക്യാമ്പിൽ നിങ്ങൾ ഉപയോഗിക്കാത്തൊരു സാധനമാണ് നിങ്ങളെ കയ്യിലുള്ളത്. ആണോ അല്ലേ? ഏത് ഒരു ക്യാമ്പിൽ ഉപയോഗിക്കാത്തൊരു സാധനമാണ് നിങ്ങളുടെ കയ്യിലുള്ള പാഡ്. ആണോ അല്ലേ? സാധാരണ ക്യാമ്പിലുള്ള ഈ ഒരു നോട്ട് പാഡിൽ നിങ്ങൾ ഒന്നും എഴുതാറില്ലല്ലോ. ആദ്യമായി പേപ്പർ എടുക്കും, തുറക്കൂ. ആദ്യമായി ഒരു പൈസ കൊടുത്ത് ഒരു പേന തന്ന്, ഒരു പക്ഷേ അതിലെ നോട്ട് പാഡിനുള്ളിൽ ചിലപ്പോൾ പരസ്യങ്ങൾ ഉണ്ടാവും. ഒന്ന് വായിച്ചു നോക്കിയേ. അതിന് പരസ്യം തന്നവരുണ്ടെങ്കിൽ ആ പരസ്യക്കാർക്ക് ഉപകരിക്കണ്ടേ? ഏതായാലും ഒന്ന് വായിച്ചു നോക്കിയേ. എന്നിട്ട് അതിനകത്ത് ആദ്യമായിട്ട് നിങ്ങളൊരു വരി എഴുതുന്നു. എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം, ഞാൻ എന്തോ ഒന്ന് ആകണം എന്നൊരാഗ്രഹം നമ്മുടെ കൽബിനകത്ത് ഉണ്ടെങ്കിൽ അതൊന്ന് എഴുതി വെച്ചേ. എന്തായിക്കോട്ടെ, നല്ലതാവണേ. എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, അഥവാ അത് ചിലപ്പോൾ എന്തായിരിക്കാം, ഡോക്ടർ ആവാം, എഞ്ചിനീയർ ആവാം, പോലീസ് ഓഫീസർ ആവാം, അഡ്വക്കേറ്റ് ആവാം, പ്രൊഫസർ ആവാം, യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആവാം. എന്താണോ നിങ്ങളുടെ ആഗ്രഹം? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? പടച്ച തമ്പുരാനാണ് സത്യം. നോ ഐഡിയ. എനിക്കൊരു ഐഡിയ ഇല്ല ഉസ്താദേ. രാവിലെ ആകുന്നു, വൈകുന്നേരം ആകുന്നു, സ്കൂളിൽ പോകുന്നു, വീണ്ടും പോകുന്നു, വീണ്ടും വരുന്നു, വീണ്ടും പോകുന്നു. ഒരു ദിവസം സ്കൂളില്ലെങ്കിൽ ഞാൻ സന്തോഷിച്ചത്ര മാത്രം ലോകത്താരും സന്തോഷിച്ചിട്ടില്ല. സത്യമല്ലേ? സ്കൂൾ തുറക്കാനായപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളി ചേർന്ന ആൾക്കാരൊന്നും കൈവയ്ക്കേ. അയ്യോ, സ്കൂൾ തുറക്കാനായപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടെങ്കിൽ സത്യം പറയണം, ഉണ്ടോ? ഈ സത്യത്തിൽ മഴ പെയ്യാൻ നേരത്ത് കളക്ടറുടെ ഫേസ്ബുക്കിൽ നോക്കിയിട്ട് കളക്ടർ ബ്രോ, ചേട്ടൻ്റെ കാക്ക എന്നൊക്കെ വിളിച്ചിട്ടെങ്കിൽ ലീവ് കിട്ടുമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ, അല്ലേ? സത്യമല്ലേ? നമ്മൾ അങ്ങനെ ആലോചിക്കുന്ന ആളുകളാണ്. അപ്പോൾ ലീവ് എന്നുള്ളത് നമ്മൾ ഇത്രയും കാലം അങ്ങനെയാണ്. ഈ മെയ് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു മക്കളെ, കളി തീർന്നില്ലേ? അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഇതാണ്, നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ പേര്, അഥവാ എന്താണോ നിങ്ങൾ ആവാൻ ആഗ്രഹിക്കുന്നത് അത് അതിനകത്ത് എഴുതി വെച്ചാൽ മതി. കമാൺ, ഒരൊറ്റ മിനിറ്റ് സമയം തരാം. ഇത് അങ്ങനെ ആവാൻ ആഗ്രഹമില്ലെങ്കിൽ, സർ എനിക്ക് കണ്ടെത്താനായിട്ടില്ല, അങ്ങനെ എഴുതിക്കോ, കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ആളെ എഴുന്നേറ്റ് പറയും, എല്ലാവരും എഴുതിയേ പറ്റൂ. എനിക്ക് ഇന്നതാവാൻ ആഗ്രഹമുണ്ടെന്ന് എഴുതണം. എഴുതിയതിന് ശേഷം ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ആളെ എന്താണെന്നുള്ളത് ഞാൻ നോക്കൂ. നിങ്ങൾക്ക് ഫയൽ കിട്ടിയില്ല, രജിസ്റ്റർ ചെയ്തിട്ടില്ല അല്ലേ? അതുകൊണ്ടാണ് ഫയൽ കിട്ടാത്തത്. രജിസ്ട്രേഷൻ കൗണ്ടർ എണ്ണം മറിഞ്ഞു പോയിട്ടുണ്ട്, അത് അതിൻ്റെ അതിർത്തി കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് കിട്ടാത്തത്. ഓക്കെ, എഴുതിയോ? ഉറപ്പാടാ? നിങ്ങൾ എന്തെങ്കിലും ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എഴുതി വെക്കാം. യെസ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അതിലേക്ക് നിങ്ങൾ
പോകാൻ, അഥവാ എഞ്ചിനീയർ എന്തോ ആയിക്കോട്ടെ, ഒരു ഉസ്താദ് അല്ലെങ്കിൽ സമസ്ത ജമിയത്തുൽ ഉലമയുടെ ഏതോ വലിയ മഹത്തായ സ്ഥാപനത്തിൽ പഠിച്ച് പഠനം കഴിഞ്ഞ് ഏതോ ഒരു വലിയ മഹലിൽ ജോലി ചെയ്യുന്ന എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് എഴുതി വെച്ചില്ലേ? കൈവയ്ക്കേ. ഉച്ചത്തിൽ വായിക്കാൻ ധൈര്യമുള്ളവർ കൈവയ്ക്കേ. IAS കൈവയ്ക്കുക. IAS ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ കൈവയ്ക്കുക. ഒന്ന് ധൈര്യമായി വെക്കടാ, ധൈര്യമായി വെക്ക്. എന്തിനു നമ്മൾ ആഗ്രഹത്തെ മാറ്റി പറയണം? IAS എന്നുള്ള ആളുകൾ വെക്ക്. 1 2 കമാൺ. 3 ഒന്ന് എഴുന്നേറ്റോ. നാളത്തെ സിവിൽ സർവീസ് ഓഫീസേഴ്സ് ഒന്ന് എഴുന്നേറ്റോ. കമാൺ. 3 4 കമാൺ. നാളത്തെ സിവിൽ സർവീസ് ഓഫീസേഴ്സിനെയാണ് ഞാൻ പറയുന്നു, എഴുന്നേറ്റ് നിൽക്കൂ. 3 4 5 ഒന്നിങ്ങ് വരോ, ഒന്ന് വാങ്ങുക. പ്രശ്നമല്ല. നാളത്തെ സിവിൽ സർവീസ് ഓഫീസേഴ്സിനെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുക. സിവിൽ സർവീസ് ഓഫീസ് കമോൺ. ചെറിയ കുട്ടികളോ വലിയ കുട്ടികളോ ഒന്നും എനിക്ക് പ്രശ്നമല്ല. ഇങ്ങ് വാ, ഞാൻ പറഞ്ഞുതരാം ഒരു കാര്യം പറഞ്ഞുതരാം. ഇങ്ങ് വാ, കമോൺ. സിവിൽ സർവീസ്, നാളത്തെ സിവിൽ സർവീസ് ഓഫീസേഴ്സാണ്, ചെറിയ സിവിൽ സർവീസ് ഓഫീസേഴ്സ്. ആദ്യമായി ഇവരുടെ പേരെന്താ? അൻഷിദ് AP. നാളത്തെ ഒരു സിവിൽ സർവീസ് ഓഫീസറാണ്. അത് IAS ആവണമെന്നാണ് ആഗ്രഹം. ഒരുപക്ഷെ IPS ഓഫീസറാവാം, ചിലപ്പോൾ IFS ഓഫീസറാവാം, ഒരുപക്ഷെ IAS ഓഫീസറാവാം, ഒരുപക്ഷെ എന്താവും IRS ഓഫീസറാവും. ഇന്ത്യയിലെ സിവിൽ സർവീസിൽ ഏകദേശം 28ഓളം വകുപ്പുകളിൽ ഏതെങ്കിലും ഒന്നിൽ സർവീസിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്, ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന നാളത്തെ ഭാവിയുടെ സിവിൽ സർവീസ് ഓഫീസേഴ്സിന്റെ നിരയാണ് ഈ കാണുന്നത്. നിങ്ങളൊന്ന് ദ്വാരക്കോ, അവർക്ക് വേണ്ടി നിങ്ങളൊന്ന് ദ്വാരക്കോ. അള്ളാഹുവരെ ഇവരാഗ്രഹിക്കുന്നവർ ഉമ്മയും ആപ്പി ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് എത്തിക്കട്ടെ. ആമീൻ പറ മക്കളെ, ആമീൻ പറ. ഞാൻ ഇവരെ വിളിച്ച് തമാശക്ക് വിളിച്ചൊന്നല്ല, എനിക്ക് സത്യത്തിൽ ഇവരെ ഇങ്ങനെ വിളിക്കാനാണ് ആഗ്രഹം. അൻഷിദ് IAS കൈയുടെ അൻഷിദ് IAS എന്ന് പറഞ്ഞ് വിളിക്കാനാണ് എനിക്ക് ആഗ്രഹം. നിങ്ങളുടെ പേരെന്തായിരുന്നു? അമൽ ഫാദി IAS ഓഫീസർ. ഇങ്ങനെ വിളിക്കാനാണ് എനിക്ക് ആഗ്രഹം. നിങ്ങളുടെ പേരെന്തായിരുന്നു? ഷഹീദീൻ IAS ഓഫീസർ. ദെൻ കൺഗ്രാസ് ഷിബിൻ IAS ഓഫീസർ. മുഹമ്മദ് ഫർഹാൻ, കൺഗ്രാസ് മുഹമ്മദ് ഫർഹാൻ IAS ഓഫീസർ. മുഹമ്മദ് ഷമീൻ IAS ഓഫീസർ. മുഹമ്മദ് ഷയാൻ IAS ഓഫീസർ. ജീവിതത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇവർ IAS ഓഫീസറിന് ആദ്യമായി വിളിച്ച ആൾ ഞാനാണ്. എന്നായാലും ഇവർ ഉള്ളിൻ്റെ ഉള്ളിൽ ആരെ ഇന്ന് ഓർമ്മ ഉണ്ടാവില്ലടാ, ഉറപ്പല്ലേ? ഇനി ആയില്ലേൽ പോലും ടെൻഷനില്ല. IAS ആവാൻ തന്നെ ആവാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും അതിലേക്കുള്ള യാത്ര ഇവിടെ നിന്ന് തുടങ്ങട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏറ്റവും നല്ല പ്രായമാണ്. ഏതായാലും നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നത് എന്താ വെച്ചാൽ, ഇങ്ങോട്ട് വിളിച്ചപ്പോൾ വരാനുള്ള ഒരു മാനസിക അവസ്ഥയുണ്ട്. ഒരു 100,000 പേരിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ആദ്യത്തെ 7 പേര്, ഈ 7 പേർക്ക് സിവിൽ സർവീസ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. താങ്ക് യു. പോയിരിക്കും. ഞാനേ ഇതിങ്ങനെ വെറുതെ ഇരിച്ചോന്നല്ല കേട്ടോ. ഇനി നിങ്ങൾ അതിനകത്തേക്ക് എത്താനുള്ള പ്രയാസങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ സിവിൽ സർവീസ് ഓഫീസർ, ഡോക്ടർ, എഞ്ചിനീയർ, വട്ടവർ എന്തിലേക്കും എത്താനുള്ള പ്രയാസം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? എന്തായാലേക്ക് എത്താനുള്ള പ്രയാസം? ഒന്നെന്താ? പഠിക്കണം. അതാണ് ആകെയുള്ള പ്രശ്നം. ഒന്നെന്താ? പഠിക്കണം. രണ്ടാമത്തെ എന്താ? പഠിക്കുക എന്ന് പറഞ്ഞതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടി. ആണോ അല്ലേ? എല്ലാം നമുക്ക് ഇഷ്ടമാണ്. സാറേ, പഠിക്കാതെ സിവിൽ സർവീസ് ഓഫീസർ ആവാൻ പറ്റുമോ? പഠിക്കാതെ ഡോക്ടർ ആവാൻ പറ്റുമോ? പഠിക്കാതെ എഞ്ചിനീയർ ആവാൻ പറ്റുമോ എന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും കൂടുതൽ എളുപ്പ വഴി തേടുന്ന ആളുകളാണ് നമ്മൾ. ആണോ അല്ലേ? നമുക്കാകെ അറിയുന്നത് എന്താ വെച്ചാൽ, IPL റദ്ദാക്കിയതിന്റെ ടെൻഷനുള്ളവർ കൈവയ്ക്കേ. നിലവിൽ IPL റദ്ദാക്കിയ ടെൻഷനുള്ളവർ കൈവയ്ക്കേ. എന്തിനാണ് നുണ പറയുന്നത്? മനസ്സിലുള്ളിൽ വിഷമമുണ്ട് കേട്ടോ. നമ്മൾ നാളെയും കാണണ്ടേ? ഇങ്ങനെയൊക്കെ പറയാവോ? നമ്മൾ നാളെയും കാണണ്ടേ? പൊക്കട കൈകൾ നിങ്ങളുടെ പൊക്കട കൈ, സങ്കടമുള്ള ഒരു കൈ പൊക്കെ. IPL റദ്ദാക്കിയിട്ട് സങ്കടമുള്ള മനുഷ്യന്മാരാ. ഇന്ത്യ പാകിസ്ഥാന്റെ യുദ്ധം കൊണ്ടല്ല. ഓന്റെ സങ്കടം എന്താ? IPL റദ്ദാക്കി, അതോടുള്ള സങ്കട. സത്യമല്ലടാ? സത്യമാണ് മക്കളെ. ഞാൻ എല്ലോടാന്ന് വിളിക്കുന്നത് രസത്തിന് വിളിക്കാട്ടോ. ഓക്കെ മക്കളെ, ഏതായാലും പക്ഷെ എന്താ വെച്ചാൽ IPL എന്നാണ് ആ ചെക്കന്റെ പേരെന്താ? 13 വയസ്സുകാരന്റെ പേരെന്താ? പറ, 13 വയസ്സുകാരന്റെ പേരെന്താ? ഒച്ചത്തെ പറഞ്ഞേ. അയ്യോടാ, എന്താടാ സെഞ്ചുറി അടിച്ച പയ്യന്റെ പേര്? ഒരാൾ എഴുന്നേറ്റത് പവർഫുൾ പറഞ്ഞേ. അതൊരു ജനറൽ നോളജ് ആണല്ലോ, ധൈര്യമായിട്ട് പറയും. ഒരാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞേ. ആരാടാ പറയാ? ആരെങ്കിലും ഒരാള്. വൈഷ്ണവ് എന്ന എങ്ങനെ എന്തോ ഒരു സാധനം അല്ലേ, പേരല്ലേ? മിടുക്കനാണ്. രാജസ്ഥാൻ റോയൽസിന് വേണ്ടി 35 ബോളിൽ സെഞ്ചുറി ഒക്കെ അടിച്ച പയ്യനാ. അടുത്ത ചോദ്യം, ഉലുൽ അസ്മുകൾ ആരൊക്കെയാടാ? ഈ കളിക്ക് ഞാനില്ല.
നിങ്ങളോട് ഞാനിപ്പോ എല്ലാ IPL ടീമിന്റെ ടീം പ്ലേയേഴ്സിന്റെയും അവരുടെ റേറ്റും സ്കോഴ്സും മുഴുവൻ ചോദിച്ചാൽ പറയുള്ളൂ, പറയില്ലേ? സത്യല്ലേ? എന്നാ നേരാവണ്ണം നമ്മളോട് പഠിക്കാൻ പറഞ്ഞ എന്താ പറയാ, നിസ്കാരത്തിന്റെ 14 അല്ലെങ്കിൽ ഫർളുകൾ ഏതൊക്കെ, അല്ലെങ്കിൽ ഷർത്തുകൾ ഏതൊക്കെ, ഉളൂഹിന്റെ ഫർളുകൾ ഏതൊക്കെ, ഷർത്തുകൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ടക്കടകടാന്ന് പറയോ? ഉസ്താദിന്റെ മേട്ട കിട്ടിയിട്ടാണോ പറയാ? ഏതാ പറയാ? അപ്പൊ പഠിക്കാൻ പോഷണ്ടായിട്ടൊന്നല്ല, വേണ്ട എന്ന് വെച്ചിട്ടാണ് നമ്മളിൽ പലരും. ഏതായാലും പഠിക്കാണ്ട് എളുപ്പ വഴിയില്ല. സത്യസന്ധമായി മനസ്സിലാക്കുക, പഠിക്കാതെ ഒരു എളുപ്പ വഴിയില്ല. നിങ്ങളുടെ നോട്ടിനകത്ത് നിങ്ങൾ എഴുതി വെക്കേണ്ടത്, നിങ്ങൾ സ്ഥിരമായി അടുത്ത അക്കാഡമിക് ഇയറിലേക്ക് കടക്കാൻ പോവുകയാണ്. നിങ്ങളോട് പറയാനുള്ളത്, പഠിക്കുക എന്നുള്ളത് കൃത്യമായി പ്ലാൻ ചെയ്ത് പഠിക്കണം. അതെങ്ങനെ പഠിക്കണം എന്ന് കരുതിയാൽ, ഒരു ദിവസത്തിൽ എത്ര മണിക്കൂർ ഞാൻ പഠിക്കുന്നു എന്ന് പ്ലാൻ ചെയ്യണം. എത്ര മണിക്കൂർ പഠിക്കാതെ ഒരാൾ എവിടെ എത്തിയിട്ടൊന്നുമില്ല. എന്തെങ്കിലും ജീവിതത്തിൽ പഠിക്കാതെ ആർക്കും എത്താൻ പറ്റില്ല. ഹലോ അല്ല, ഹെല്ലോ എന്ന് പറയുമ്പോ ഹെല്ലലോ എന്ന് പറയണം. എന്ത് പറയണം? ഞാൻ ഒന്നിച്ച് പറയാം. ഹലോ അസ്സലാമു അലൈക്കും എന്ന് പറയണം. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ എന്ത് പറയണം? അൽഹംദുലില്ലാഹ് പറയണം. അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ എന്ത് പറയണം? അല്ലാഹു അക്ബർ പറയണം. നോക്കാം. അസ്സലാമു അലൈക്കും, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഹലോ, അസ്സലാമു അലൈക്കും, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. സാധനം തീർന്നു അല്ലേ? പഠിക്കാനിരുന്നാൽ നിങ്ങൾ പഠിക്കാനിരിക്കുവാണ് 10 മണിക്ക്. ഈ ഒരു സെഷൻ നിങ്ങളുടെ ലൈഫിന് വേണ്ടിയുള്ളതാണ്, ചിരിപ്പിക്കാൻ വേണ്ടിയല്ല. ഞാനൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ അവസാനിപ്പിക്കണം എന്ന് കരുതുവാണ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു കരയിപ്പിക്കാത്ത സന്തോഷത്തിൻ്റെ ഒരു ഗ്രൂപ്പ് തെറാപ്പി ചെയ്യിക്കണം. അവസാനം നമ്മളൊരു സുന്നി ബാലവേദിക്കാരൻ്റെ പവർഫുൾ യൂണിറ്റി കാണിച്ചിട്ട് മലപ്പുറം വെസ്റ്റ് ജില്ല SKSF ഒരുക്കിയ സമ്മേളന വേദിയിൽ വെച്ചിട്ട് ഭയങ്കരമായ ഐക്യദാർഢ്യം സമസ്തകളുടെ ജമിയത്തുൽ ഉലമക്കും അതോടൊപ്പം തന്നെ SKSFിൻ്റെ ജില്ലാ കമ്മിറ്റിക്കും ഒരു സുന്നി ബാലവേദിയുടെ പവർഫുൾ ഐക്യദാർഢ്യം കാണിച്ചിട്ട് നമുക്കിറങ്ങണം. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആദ്യം എൻ്റെ ഉമ്മാനെ കാണും, ചിരിക്കുന്ന എൻ്റെ ഉമ്മാനെ കാണും. എങ്ങനെയാണ് ഉമ്മക്ക? ചില ആൾക്കാർക്ക് ഉമ്മക്ക മടിയാ. എങ്ങനെ മടിയറിയോ? ഇങ്ങനെ എന്താടാ ഒരു കളി, ഇന്നലെ വരെ ഇല്ലാത്ത എന്തോ അസുഖമുണ്ടല്ലോ, എന്താടാ എനിക്കിപ്പോൾ ഒരു പരിപാടി, ഒരു പരുങ്ങല്. അപ്പൊ ഉമ്മക്കാണെങ്കിൽ ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് ഉമ്മരോ എന്ന് ചോദിക്കാൻ മടിയാ. സത്യല്ലേ? അങ്ങനെയാണ്. വലിയ കുട്ടിയായി പോയില്ലോ. വലിയ കുട്ടിയായപ്പോ ഒരു ഉമ്മ തരുമോ എന്ന് ചോദിക്കാൻ മടി ഉണ്ടാവും നിങ്ങൾക്ക്. ആ സമയത്ത് നിങ്ങൾ ഉമ്മ അങ്ങോട്ട് നോക്കിയേ, മടിയുള്ളവനക്കാണ് പറയുന്നത്. ഉമ്മ അങ്ങോട്ട് നോക്കിയേ നോക്കുക. അപ്പൊ ഉമ്മ അങ്ങോട്ട് നോക്കുമ്പോൾ അറ്റുമ്മ എന്നിട്ട് ഇങ്ങനെ ഓടിക്കാണല്ലോ. അപ്പൊ ഉമ്മ തരും, ഉണർത്തെന്നാണ്ടല്ലോ എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം കൊണ്ട് മടിയാണെങ്കിൽ പോലും ഉമ്മാന് മടിയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മടിയാണെങ്കിലും നമുക്ക് ഉമ്മാനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുമ്പോ നിങ്ങൾ ഓടിയൊക്കെ പോയിണ്ടാവും. ആ സമയത്ത് ഉമ്മണ്ട് ഇങ്ങനെ നിപ്പ, എന്നിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചിരിയാ. ആ ചിരി എന്താ അറിയോ? എൻ്റെ കുട്ടീനെ ഉമ്മ വെച്ചുലേ, ഉമ്മ എൻ്റെ കുട്ടി എന്നെ ഉമ്മ വെച്ചൂലേ എന്ന് ഉമ്മാക്ക് തോന്നുന്ന നേരം ഉണ്ടല്ലോ, കൽബിൽ ഉമ്മ ദുആരിക്കാണ്, എൻ്റെ മോനെ നന്നാക്കണേ അല്ലാ, എൻ്റെ കുട്ടീനെ നന്നാക്കണേ അല്ലാ. ഈ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച ദുആയാണ് ആരുടെ മക്കളെ? ഉമ്മാന്റെ ദുആ കിട്ടണമെങ്കിൽ ഇടയ്ക്ക് ഉമ്മാന്റെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ തിക്കിയാണ് പോവുക. തിക്കി പോയിട്ട് ഉമ്മാന്റെ മടിയിൽ ഉമ്മ ഇങ്ങനെ കാല് നീട്ടി കിടക്കൂലേ, അപ്പൊ ഉമ്മാന്റെ മടിയിൽ അങ്ങ് തലവെക്കുക. തലവെച്ച് അങ്ങ് കിടക്കുക. കിടന്നിട്ട് ഇടയ്ക്ക് പറയും, ഞാനൊക്കെ എൻ്റെ ഉമ്മാന്റെ മടിയിൽ തലവെച്ച് ഇങ്ങനെ കിടക്കും. കിടന്നിട്ട് ഞാൻ ഇടയ്ക്ക് പറയും, ഇപ്പൊ പഴയ പോലെ ഒന്നും കദീസുമ്മ എനിക്ക് വേണ്ടി ദോർക്കില്ലല്ലോ അത്. അപ്പൊ എൻ്റെ ഉമ്മ പറയും, ഒറ്റൊന്ന് തന്നുണ്ടല്ലോ, അനക്ക് തോർന്ന് മാത്രം ഈ ലൈഫ് മുഴുവൻ അങ്ങ് പോയി എന്ന് പറയും. അങ്ങനെ ഉമ്മാന്റെ മടിയിൽ ഇരുന്ന കൊണ്ട് ഇടയ്ക്ക് വർത്തമാനം പറയണം, ഇടയ്ക്ക് ചിരിക്കണം, ഇടയ്ക്ക് കഥ പറയണം, ഇടയ്ക്ക് ഉമ്മാനോട് ദ്വാരക്കാൻ പറയണം. ഉമ്മാനോട് ദ്വാരക്കാൻ പറയുന്ന മക്കൾ, ഉമ്മ ദ്വാരക്കുന്ന മക്കൾ വിജയിച്ചു മക്കളെ. അങ്ങനത്തെ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അങ്ങനെ ആവാൻ പറ്റുന്ന ഉറപ്പുള്ള ഒരു കൈവയ്ക്ക്, അങ്ങനെ ആവാൻ പറ്റുന്ന ഉറപ്പുണ്ടോ? ഉറപ്പാ? അല്ലാഹു അങ്ങനെ ആക്കട്ടെ, അല്ലാഹു അങ്ങനെ ആക്കട്ടെ. എന്നാൽ പഠിക്കേണ്ട കാര്യം പറഞ്ഞുതരട്ടെ? വേണോ വേണ്ടേ?
എഴുതി വെച്ചണോ? നോട്ട്ബുക്കിൽ എഴുതി വെച്ചണോ? എഴുതി വെച്ചു. എന്നാ കേട്ടോ, 10 മണിക്ക് പഠിക്കാൻ തുടങ്ങിയാൽ നമ്മൾ തീരുമാനിക്കുകയാണ് രണ്ട് കാര്യത്തിൽ ശ്രദ്ധിക്കണം. മദ്രസയും സ്കൂളും ഒരുപോലെ പഠിക്കാൻ നമുക്ക് പറ്റണം. മദ്രസയും സ്കൂളും ഒരുപോലെ കൊണ്ടുപോകാൻ ആർക്ക് പറ്റണം? നമുക്ക് പറ്റണം. അങ്ങനെ പറ്റുമ്പോഴാണ് ഇവിടെ വിളിച്ചു വരുത്ത നമ്മുടെ മിടുക്കരായ ഫുൾ എ പ്ലസ് നേടിയ കുട്ടികളെ പോലെ നിങ്ങളും ഒരു നാൾ എന്ത് ചെയ്യുക? അംഗീകരിക്കപ്പെടുക. അതിനാദ്യം ചെയ്യേണ്ടത് സുബഹി നിസ്കാരം നേരത്തെ നിസ്കരിച്ച്, സുബഹി നിസ്കാരം ബാങ്ക് കൊടുക്കുന്നതിന് മുന്നല്ല, നിങ്ങൾ ആത്മാർത്ഥത കൂടിയിട്ട് അത് ചെയ്യണ്ട അല്ലേ? സുബഹിക്ക് ആത്മാർത്ഥത കൂടിയിട്ട് ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ നിസ്കരിക്കണ്ട. ബാങ്ക് കൊടുത്ത് സുബഹി നിസ്കരിച്ചതിന് ശേഷം പറ്റുമെങ്കിൽ മദ്രസയിലെ പഠനം നിങ്ങൾ എപ്പോൾ തീർക്കുകയാണ് കുറച്ചുകൂടി നല്ല സമയം? തൊട്ടടുത്ത് മദ്രസ ക്ലാസ്സിലെ തലേന്നെടുത്ത വിഷയങ്ങൾ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, എഴുന്നേൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, 6 മണിക്ക് എഴുന്നേൽക്കുന്ന കാര്യമല്ല പറഞ്ഞത്, എഴുന്നേൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച സമയം ഏതാണ്? സുബഹിക്ക് മുന്നേ ഒരു 40-45 മിനിറ്റ് കഴിഞ്ഞ ദിവസം എടുത്ത മദ്രസയിലെ സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ, വായിച്ചു കഴിഞ്ഞാൽ, നേരെ മദ്രസയിലേക്ക് എത്തുന്നതോടുകൂടി ഉസ്താദിൻ്റെ മുഴുവൻ ചോദ്യങ്ങൾക്കും മണിമണിയായി ഉത്തരം പറയാൻ ആർക്ക് പറ്റും? നമുക്ക് പറ്റും. പക്ഷെ എന്താവണം? എഴുന്നേൽക്കുമെന്ന് ഉറപ്പ് ആർക്കുണ്ടാവണം? ആർക്കാർക്കുണ്ടാവണം? അല്ലെങ്കിൽ ഉസ്താദിന്റെ മണിമണിയായ കൊട്ട് കിട്ടും. എന്ത് കിട്ടും? ഉസ്താദിന്റെ അല്ലെങ്കിൽ അധ്യാപകന്റെ നിങ്ങൾക്ക് അതിനുള്ള ചുട്ട, അല്ലെങ്കിൽ രാത്രി പഠിക്കണം. ഏതായാലും പഠിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട സമയം ഇതാണ്. 10 മണിക്ക് പഠിക്കാനിരുന്ന കുട്ടികൾ അല്ലെങ്കിൽ 6 മണിക്ക് മഗ്‌രിബ് നിസ്കരിച്ചതിന് ശേഷം നമ്മൾ സ്ഥിരമായി ഓതുന്ന സൂറത്തുകൾ ഏതേ? ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഓതുന്നവർ കൈപക്കിയേ. ഏതാണ് ആ സൂറത്ത്? ജീവിതകാലം മുഴുവൻ ഓതാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഗ്‌രിബ് നിസ്കരിക്കുന്നതിന്റെ മുന്നൊരു ദിക്റുണ്ടല്ലോ, ഏതാ? സുബ്ഹാനല്ലാഹ്. ഒന്നിച്ച് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് അല്ലേ? എന്ന് മഗ്‌രിബ് നിസ്കരിക്കുന്നതിന് മുന്നേ മദ്രസയിൽ പോകുന്ന വെള്ളിയാഴ്ച ഒഴിച്ച് എല്ലാ ദിവസവും നമ്മൾ ചൊല്ലുന്ന ദിക്റാകുന്നു. സത്യം, മദ്രസ വെള്ളിയാഴ്ച ഇല്ല, അതുകൊണ്ട് അന്ന് ചൊല്ലൂല. സത്യല്ലേ? നിങ്ങൾക്ക് അറിയോ? നമ്മൾ അറിയാണ്ട് മഗ്‌രിബ് ആവുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അറിയാണ്ട് വരേണ്ട ദിക്റിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അല്ലാഹു അങ്ങനെ ദിക്ർ ചൊല്ലാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപക്ഷെ ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് പോകുമ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല, അങ്ങനെ നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, അസ്സലാമു അലൈക്കും, ഹലോ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, നോമ്പ് ചൊല്ലി കൂടെ എന്തെങ്കിലും ഒന്നും ചെല്ലണമല്ലേ? അപ്പൊ പഠിക്കാൻ നിങ്ങൾ മഗ്‌രിബ് നിസ്കരിച്ച് ഉടനെ തന്നെ ചെയ്യേണ്ട പണി, പുസ്തകം തുറക്കേണ്ട ആവശ്യമില്ല. മദ്രസ ഉള്ളവർ ഇല്ലാത്തവരോട് കുറിച്ചാണ്. രാത്രി മദ്രസ ഉള്ളവർ അതിൻ്റെ റൊട്ടീൻസ് കീപ്പ് ചെയ്തു പോവുക. അല്ലാത്തവരോട് പറയുന്നത്, നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെ അടിയന്തരമായി ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണ്? യാസീന്, തബാറക, വാഖിയ അല്ലേ? പിന്നെന്താ? തൽക്കാലം ഈ 3 സൂറത്ത് മിനിമം ഓതൂല്ലേ? ഓതാറുണ്ടോ? അള്ളാഹു ഓതുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. മരിക്കണവരെ ഓതാനുള്ള അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഭയങ്കര സംഭവമാണ്. മരിക്കണവരെ ഓതാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അങ്ങനെ ഓതി നിങ്ങൾ ഒരു 7 മണിക്ക് പഠിക്കാൻ ഇരിക്കുക. സെറ്റാണോ മക്കളെ? പഠിക്കാനിരിക്കാറിനപ്പോൾ എങ്ങോട്ട് ഞങ്ങൾ പോണ്? മനസ്സിങ്ങോട്ട് പോവാ. പഠിക്കാനിരിക്കുക. മാഷാ അല്ലാഹ്. നോക്കണേ, നിങ്ങള് നേരത്തെ വിളിക്കപ്പെട്ട ഫുൾ A+ കിട്ടിയ മിടുക്കന്മാരായ വിദ്യാർത്ഥികൾക്ക് മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ സമ്മാനം. ഞാൻ നേരത്തെ വിളിച്ചത് എത്ര പേരുണ്ടാകുമെന്ന് അറിയാനായിരുന്നു, എത്ര പേര് ഈ ആയിരങ്ങൾക്ക് കൂട്ടത്തിൽ നിന്ന് എത്ര ഫുൾ A+കാരുണ്ടെന്ന് അറിയാനായിരുന്നു. ഈ വേദിയിൽ വെച്ച് ആ സമ്മാനം കൊടുക്കണം എന്ന ആഗ്രഹത്തിൻ്റെ അവസാന ഒരുക്കത്തിലാണ് കൊണ്ടുവരുന്നുണ്ടെന്നാണ് കിട്ടിയത്. തൗഫീഖ് ഇവിടുന്ന് വാങ്ങാൻ ആ മക്കൾക്ക് തൗഫീഖ് ഉണ്ടാവട്ടെ. ആമീൻ പറയടാ. തൗഫീഖ് ഉണ്ടാവട്ടെ.
7 മണിക്ക് പഠിക്കാനിരിക്കണ സമയത്ത് 7 മണിക്ക് നിങ്ങൾ താരീഖ് എടുക്കുന്നു. 7 മണിക്ക് താരീഖ്, ലിസാനുൽ ഖുർആൻ, ഫിഖ്ഹ്, അഖീദ ഏതെടുത്താലും കുഴപ്പമില്ല. ആ വിഷയങ്ങൾ എടുക്കണ നേരത്ത് നിങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങൾ വായിക്കാൻ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഏതെടുത്താലും കുഴപ്പമില്ല. എടുക്കുന്ന സമയത്ത് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, ഉണ്ടോ ഇല്ലേ? എൻ്റെ സെഷൻ കേട്ടവരാണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നിങ്ങളിത് ആ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററുകൾ പേജ് കണ്ടോ? എത്ര ഉണ്ടാവും നിങ്ങളുടെ പേജിൽ? എടുത്തത് ഒരു 5 ചാപ്റ്ററെങ്കിലും 5 പേജെങ്കിലും ഉണ്ടാവൂലേ? ഒരു ദിവസം അന്നെടുക്കുന്ന വിഷയം അന്നു തന്നെ പഠിച്ചു തീർത്താൽ ഇത് വല്ലാതെ കനമുണ്ടോ? മടിയൻ മലയാണോ ചുമക്ക, മാമലയാണോ ചുമക്ക? മടിയൻ മലയാണോ ചുമക്ക, മാമലയാണോ ചുമക്ക? മല മാത്രമല്ല മക്കളെ, മടിയൻ മാമല ചുമക്കും. അന്നെന്നുള്ളത് വിഷയങ്ങൾ അതാത് സമയത്ത് മാത്രം പഠിച്ചാൽ തീർന്നു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നോക്കിയേ, ചാപ്റ്ററുകൾ എടുക്കും. ചാപ്റ്റർ എടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശ്രദ്ധിച്ചേ, 10 മിനിറ്റ് 20 മിനിറ്റ് നിങ്ങൾ വായിക്കുക. ഈ ചാപ്റ്റർ 20 മിനിറ്റ് എടുത്ത് വായിക്കുക. വായിച്ചതിന് ശേഷം അതിനകത്ത് എന്താണ് പഠിപ്പിച്ചതിൻ്റെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഉസ്താദ് ചോക്കെടുത്തിട്ട് എറിഞ്ഞിട്ടുണ്ടാവും. എന്താ ചോക്കെടുത്തിട്ട് ഉസ്താദ് എറിഞ്ഞതെന്നറിയോ? എടാ പരീക്ഷയ്ക്ക് വരുന്നതാടാ, ഇമ്പോർട്ടൻ്റ് ആണത്, ഇത് പോയിന്റാണ് എന്ന് പറഞ്ഞ് ഉസ്താദ് ചോക്കെടുത്ത് എറിഞ്ഞ്, എടാ തിരിഞ്ഞു കളിക്കല്ലടാ, ഇത് പഠിക്കും, ഇത് ടോപ്പ് പ്ലസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റാന്ന് പറഞ്ഞ് ഉസ്താദ് പറഞ്ഞു തന്ന ഒരു പോയിന്റ് ഉണ്ടാവും ഇതിനകത്ത്. ആ 4 പേജിനകത്ത് ഉള്ള പോയിന്റ് നിങ്ങളൊന്ന് കണ്ണടച്ച് വെച്ച് മനസ്സിലേക്ക് അങ്ങ് കൊണ്ടുവരിക. ഇമ്പോർട്ടൻ്റ് പോയിന്റ് 20 മിനിറ്റ് പഠിച്ചാൽ ഒരു 5 മിനിറ്റ് മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പക്ഷെ പ്രശ്നം അതൊന്നല്ല. അപ്പോ ഇമ്പോർട്ടൻ്റ് പോയിന്റ് പഠിക്കാൻ പറ്റൂലേ? പറ്റിക്കഴിഞ്ഞാൽ ആ പോയിന്റ് എടുത്തു വെക്കുക. ഞാൻ സത്യത്തിൽ കൂടുതലൊന്നും സംസാരിക്കരുതെന്ന് കരുതുക അല്ലേ, ഇനി പറയാലോ അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഭക്ഷണം ഇത്തിരി വൈകുമെന്ന് പേടിച്ചപ്പോൾ ഞാൻ കുറച്ച് നീട്ടാൻ വേണ്ടി ഉദ്ദേശിച്ച ഭക്ഷണം എത്തിയ സന്തോഷം അറിയിച്ചിരിക്കുന്നു. ചിരിക്കും എല്ലാവരും? ചിരി പോരാ, സംഘാടകർ ഭക്ഷണം എത്തിയതിന്റെ ചിരി പോരാ, സന്തോഷം. ഇനി നിങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി സംഭാവന ചെയ്ത ഏതൊരു നല്ല മനുഷ്യരുണ്ട്. ആ മനുഷ്യന്റെ എല്ലാ മുറാദുകളും ഹാസിലാവാൻ വേണ്ടി കൽബറിഞ്ഞൊരു ദുആ ചെയ്തേ. അല്ലാഹുവേ, ആ മനുഷ്യന്റെ മുറാദുകളെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. നമ്മളെയൊക്കെ ഇവിടെയുള്ള മുഴുവൻ പ്രോഗ്രാമിലേക്കും ഭക്ഷണം നൽകിയ മനുഷ്യൻ ആരെന്ന് എനിക്ക് പോലും അറിയില്ല. ആ ഭക്ഷണം നൽകിയ മനുഷ്യൻ എന്ത് ഇഖ്ലാസുള്ള നിയ്യത്തോടു കൂടിയാണോ ഭക്ഷണം നൽകിയത്, അതിൻ്റെ മുഴുവൻ ഫضലുകളും അദ്ദേഹത്തിന് കിട്ടുമാറാവട്ടെ. ആമീൻ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ അങ്ങനെ ദ്വാരന്ന് ഭക്ഷണം കഴിക്കണം. ബിരിയാണിയാണ് കുഴപ്പമില്ല, ഏതോ ഒരാളെ ഏൽപ്പിച്ച പടിയായിരിക്കും. ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ നന്നാവില്ല, ചിലപ്പോൾ മനോഹരമാവും. പക്ഷേ അവിടെ കുറ്റം പറയാതെ നമ്മളത് ആലോചിക്കേണ്ടത്, ആ ഭക്ഷണം തന്ന മനുഷ്യനുണ്ട്, ആ പൈസ കൊടുത്ത മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി ആരക്കണം. ഉറപ്പിച്ചാ? ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോൾ ഞാൻ 1-2 കാര്യം കൂടി പറഞ്ഞു നിർത്താം. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് പോയിന്റ് എടുത്തു വെച്ചില്ലേ? അപ്പോൾ 20 മിനിറ്റ് പഠിച്ചാൽ പിന്നെ നമ്മളെന്താ പറയുക, 5 മിനിറ്റ് ഇനിയൊന്നും പഠിക്കണ്ട, ഇനി നമ്മളൊരു 10-15 മിനിറ്റ് വെറുതെ ഇരിക്കാനല്ല, അടുത്ത ടെക്സ്റ്റ് ബുക്ക് എടുക്കണം. അങ്ങനെ 7 മണിക്ക് തുടങ്ങിയ പഠനം 9 മണി മുതൽ 9:30 വരെ രാത്രി 2-2.5 മണിക്കൂർ പഠിക്കുകയാണ് നമ്മുടെ ഡ്യൂട്ടി. നമ്മുടെ ഡ്യൂട്ടി എന്താ? IPL അപ്പം മിസ്സാവും. IPL ഇപ്പോൾ കളിയുന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇനി സെപ്റ്റംബറിലേക്ക് മാറ്റാനുള്ള ഉദ്ദേശം ആർക്കുണ്ട്? BCSE സെപ്റ്റംബറിലേക്ക് IPL മാറ്റാനുള്ള ഉദ്ദേശമുണ്ട്. സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഠനകാലമാണ്. ആ സമയത്ത് നമുക്ക് IPL കാണാനിരിക്കരുത്, പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല മാർക്കുകൾ നേടാൻ പറ്റുള്ളൂ. ചിലത് സാക്രിഫൈസ് ചെയ്യണം, ചിലത് ലൈഫിൽ വിട്ടുകൊടുക്കേണ്ടി വരും. വിട്ടുകൊടുത്താൽ അതിലും വലിയ ഒരു നേട്ടങ്ങൾ നമുക്ക് നേടാൻ പറ്റും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ നിങ്ങളോട് 1-2 കാര്യം കൂടി സൂചിപ്പിക്കാം. നിങ്ങളെല്ലാവരും സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനും സമസ്ത കേരള സുന്നി ബാലവേദിക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, ആണോ അല്ലേ? നിങ്ങളെ നാട്ടിലെ മദ്രസകൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളെ നാട്ടിലെ മദ്രസ കണ്ടിട്ടുണ്ടോ? നിങ്ങളെ നാട്ടിലെ മദ്രസയുടെ ചരിത്രങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും അറിയോ? ഈ മദ്രസയ്ക്ക് രാവിലെ 7:30 ബെല്ലടിക്ക് വേണ്ടി കയറും, എന്നിട്ട് ഫാനുള്ള റൂമിലാണ്ട് ഇരിക്കും, ഉസ്താദ് പറയുന്നത് കേൾക്കും. അങ്ങനെയല്ലേ നമ്മൾ ചെയ്തു പോകുന്നത്? ആ നാട്ടിൽ മദ്രസയ്ക്ക് ആദ്യമായി കുറ്റിയടിച്ച മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
അവരെങ്ങനെ ഉണ്ടായതാ അറിയോ? അവർ സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമയുടെയൊക്കെ പ്രവർത്തകന്മാരും നേതാക്കളും ഉമറാക്കളുമായിട്ട് ആ നാട്ടിൽ പണിയെടുത്തിട്ട് സമസ്തയുടെ ആഹ്വാനം അനുസരിച്ച് അവിടെ ഉണ്ടാക്കിയ മതകലാലയമാണ് നമ്മുടെ മുന്നിലെ മദ്രസ എന്ന് പറയുന്നത്. ആ മദ്രസ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും ആ മദ്രസ നിലനിൽക്കണം. ആരിലൂടെ നിലനിൽക്കണം? ആരിലൂടെ നിലനിൽക്കണം? പറയട, ആരിലൂടെ നിലനിൽക്കണം? നമ്മളിലൂടെ നിലനിൽക്കണം. അതിനാകെ ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ, നമ്മൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിയാലും മദ്രസയുടെ അക്ഷരമുറ്റത്തേക്ക് തിരിച്ചു വരാൻ പറ്റണം. എന്നും നമ്മുടെ മദ്രസയുടെ അക്ഷരമുറ്റത്തേക്ക് തിരിച്ചു വരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് പറഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. 5 മിനിറ്റോട് ഞാൻ നിർത്താൻ പോവാം. ബഷീർ ഫൈസി ദേശമംഗലം പറഞ്ഞ ഒരു ആത്മീയ എനർജിയെ നശിപ്പിക്കാനും പറ്റൂല. ആ സങ്കടത്തെ പോക്കും വേണം. സങ്കടത്തെ പോക്കും വേണം, ആത്മീയ എനർജിയെ നശിപ്പിക്കാനും പറ്റും. മാഷാ അല്ലാ, താൽക്കാലികം നമുക്ക് ഇവിടെ നിന്ന് ജില്ലാ കമ്മിറ്റിയുടെ ഒരു മെഡൽ, സുവർണ പതകം അല്ലേ, ഗോൾഡ് മെഡൽ ആ 8 പേർക്ക് അല്ലെ, 8 പേർക്ക് സെയ്ദ് പാണക്കാട്, സെയ്ദ് ഹാരിസ് അലി ട്രെൻഡ് സല്യൂട്ട്. SKSFന്റെ വെസ്റ്റ് ജില്ലയുടെ സല്യൂട്ട്. SKSF ട്രെൻഡ് വെസ്റ്റ് ജില്ല വിജയിച്ചവരെ ആദരിക്കും. നിങ്ങളൊക്കെ ഇങ്ങനെ നാട്ടിൽ പോയിട്ട് നിങ്ങളുടെ നാട്ടിൽ വിജയിച്ച കുട്ടികളെ മുഴുവൻ വീട്ടിൽ പോയിട്ടും സദസ്സ് നടത്തിയിട്ട് ട്രെൻഡിന്റെ സല്യൂട്ട് നടത്തണം. സല്യൂട്ടിന്റെ മോഡൽ പ്രോഗ്രാം ഇവിടെ നടക്കുകയാണ്. SKSFന്റെ മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ നേതാക്കന്മാർ ക്ഷണിക്കുന്നു അല്ലെ. സല്യൂട്ട് നടക്കുകയാണ്. തങ്ങൾ അവരെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് വിളിക്കുന്നു. ഒരിക്കൽ കൂടി വേദിയിലേക്ക് വിളിക്കുന്നു. ട്രെൻഡ് സംസ്ഥാന ജില്ലാ സമിതി അംഗങ്ങൾ വേദിയിലേക്ക് കയറണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അവരെ ആ കുട്ടികൾ ഒരിക്കൽ കൂടി വേദിയിലേക്ക് വരുന്നു. ഇതിലേറെ മനോഹരമായ ഒരു വേദി എവിടെ കിട്ടാനാണ്? ഇതിലേറെ മനോഹരമായ മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ ഏറ്റവും മനോഹരമായ ആയിരങ്ങൾ പങ്കെടുക്കുന്ന വേദിയിൽ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. ഈ കുട്ടിയുടെ ഉമ്മയും ബാപ്പി അപ്പുറത്തുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയില്ലേ, എൻ്റെ കുട്ടിയാണത്, ഉസ്താദ് ഇങ്ങനെ പറയുന്നില്ലേ എൻ്റെ മക്കളാണതെന്ന് പറയുന്ന പോലെ ഇവൻ്റെ ഇവരൊക്കെ ഉമ്മയും ഉപ്പി ഉണ്ടെങ്കിൽ എൻ്റെ മക്കളാണ്, എൻ്റെ മോനാണത് അഭിമാനം കൊണ്ട് പറയില്ലേ. നാളെ ഉമ്മാക്കും ഉപ്പാക്കും എന്താണ് ഏറ്റവും മോസ്റ്റ് വാല്യുബിൾ ഗിഫ്റ്റ് കൊടുക്കാനുള്ളതെന്ന് ചോദിച്ചാൽ ഇതുപോലെ വലിയൊരു വേദിയിൽ നമ്മൾ ആദരിക്കപ്പെടുമ്പോൾ അവർ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യും? സന്തോഷം കൊണ്ട് അവർ അഭിനന്ദനം കൊണ്ട് മനസ്സിനകത്ത് വല്ലാണ്ട് സന്തോഷിക്കുന്ന നേരമാണ് ഇത്തരം നേരങ്ങൾ. ഇൻഷാ അല്ലാഹ് ചടങ്ങിലേക്ക് കടക്കുന്നു. നേരത്തെ വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കയറി വരണം. 8 പേർ ഫുൾ A+ ഉള്ള 8 പേർ പെട്ടെന്ന് വരൂ. ഉള്ളവർ വരൂ. ഫുൾ A+ ഉള്ള 8 പേർ. മാഷാ അല്ലാഹ്, നിങ്ങൾ നല്ല തക്ബീറിലാണ് ചെല്ലൂലേ? ഒല്ലോ തക്ബീർ. ഈ അവരുടെ നാടിൻ്റെ അഭിമാനമാണിവർ. ആ മദ്രസയുടെ അഭിമാനമാണിവർ. അവരുടെ ഉമ്മാക്കും ഉപ്പാക്കും അഭിമാനമാണിവർ. SKSBBക്ക് അഭിമാനമാണിവർ. സമസ്തകളുടെ സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ അഭിമാനമാണിവർ. സമസ്തയുടെ മദ്രസ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ, മദ്രസയിൽ നിന്നുകൊണ്ട് തന്നെ SLC പരീക്ഷയ്ക്ക് ഫുൾ A+ നേടുമ്പോൾ ഒരുപാട് മദ്രസ നിർത്തിയ ഒരുപാട് പേർക്ക് മുന്നിൽ ഉത്തരമാവുകയാണ് ഈ 8 പേർ. അള്ളാഹു ഇവർക്ക് നല്ല പഠനവും നല്ല വിദ്യാഭ്യാസവും നൽകുമാറാവട്ടെ. അല്ലാഹു അക്ബർ. ഒല്ലു തക്ബീർ.